ഇന്ന് നമുക്കൊരു അടിപൊളി പോർക്ക് റിബ്സിന്റെ റെസിപ്പി ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ അത്യാവശ്യം വലിയ പോർക്കിന്റെ ഫുൾ റാക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് പകുതി കട്ട് ചെയ്ത് റിബ്സിന്റെ അടിയിലത്തെ മെമ്പറൈൻ വലിച്ചു പറിച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചൂയായിട്ടിരിക്കും. ഇനി കുറച്ച് യെല്ലോ മസ്റ്റേർഡ് രണ്ട് സൈഡ് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അതുപോലെ ആവശ്യത്തിനൊപ്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇനി ഒരു സ്റ്റീം റാക്ക് ഇറക്കി വെച്ച് അതിന്റെ മേളിലേക്ക് പോർക്ക് വെച്ച് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്കൊരു നാടൻ സ്റ്റൈൽ ബാർബിക്യൂ സോസ് ഉണ്ടാക്കാനായിട്ട് കല്ലിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കല്ലിലിട്ട് നല്ലോണം ഇടിച്ച് ചതച്ച് ഇനി ഈ അരപ്പിലേക്ക് ബാർബിക്യൂ സോസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഏത് ബാർബിക്യൂ സോസ് ആണെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് സ്വീറ്റ് ആൻഡ് ടാങ്കി ആയിരിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി കുക്കറിൽ നിന്ന് റിബ്സ് എയർ ഫ്രയറിലേക്ക് വെച്ച് ആ ബാർബിക്യൂ സോസ് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. 2 സൈഡും 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ബാർബിക്യൂ സോസ് മേളിൽ തേച്ച് ഹൈ ഹീറ്റിൽ 2 മിനിറ്റോടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി പ്ലേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ ബാർബിക്യൂ സോസ് ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ. പോർക്ക് റിബ്സ് ഉണ്ടല്ലോ, നല്ല സോസി ആയിട്ടിരിക്കണം, അതിലാണ് അതിന്റെ ഒരു ഇരിക്കുന്നത്. പിന്നെ കുറച്ച് വേപ്പില നൈസായിട്ട് ജൂലിയം ചെയ്ത് നൈസായിട്ട് ഇതിന്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രഷർ കുക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, പോർക്ക് നല്ല ടെൻഡറുമായി പിന്നെ ബാർബിക്യൂവിന്റെ ഒരു സ്മോക്കി ഫ്ലേവറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ അടിപൊളി എന്ന് പറയണല്ല, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ ബാക്കിയുള്ള റിബ്സ് വെച്ച് ഞാൻ വേറെ ഒരു കിഡിലെ റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.